ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ആദ്യത്തെ യൂണിറ്റാണ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. അതായത് ഒരുപാട് വൃക്ഷങ്ങളെയും പ്രകൃതിയെയും പ്രകൃതി സൗന്ദര്യത്തെയും പ്രകൃതിയുടെ ഓരോരോ കാര്യങ്ങളെയും ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളെയും നമ്മൾ വീക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു തരുന്ന ഒരു യൂണിറ്റാണ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. അതായത് പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരു യൂണിറ്റാണ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത്. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഇതൊരു ചെറുകഥയാണ്. കഥാകൃത്തിൻ്റെ പേരാണ് റസ്കിൻ ബോണ്ട്. മനസ്സിലായല്ലോ. ഈ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന പേര് നിങ്ങൾ ഓർത്തിരിക്കണം, കാരണം കഥാകൃത്തിൻ്റെ പേര് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പാഠഭാഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും പരമാവധി ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ബനിയൻ ട്രീ എന്ന് വെച്ചാൽ എന്താണ്? ആൽമരം. ആൽമരം കാണാത്ത കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൽമരം എങ്ങനെയുള്ളതാണ് നമുക്കറിയാം അല്ലേ? നല്ല അതിമനോഹരമായിട്ടുള്ള ഒരുപാടധികം ഓക്സിജൻ തരുന്ന, നമ്മൾ മനുഷ്യർ ശ്വസിക്കുന്ന വായു തരുന്ന ഒരു മരം അല്ലേ? ആ മരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങളെന്ന് അടങ്ങുന്ന ഞാൻ കൂടിയുള്ള നമ്മുടെ സമൂഹമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത്. ഈ ആൽമരം മാത്രമല്ല നമ്മൾ ശ്വസിക്കുന്ന വായു നമുക്ക് തരുന്നത് ഓക്സിജൻ. നമുക്കറിയാമല്ലോ ഓക്സിജൻ അല്ലേ? ഓക്സിജനാണ് മനുഷ്യർ ശ്വസിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ ഓക്സിജൻ എവിടെയാണ് കിട്ടുന്നത്? മരങ്ങളിൽ നിന്നാണ്. ഈ മരങ്ങൾ വെട്ടി വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശ്വസിക്കാൻ വായു ഉണ്ടാവുമോ? നമ്മളൊക്കെ എല്ലാവരും ഓരോരോ സഞ്ചിയിലായിട്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊണ്ട് നടക്കേണ്ടി വരും. സഞ്ചിയിലൊന്നും കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റില്ല, അറിയില്ല, അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയില്ല. അപ്പം ഈ മരങ്ങളാണ് നമുക്ക് ഓക്സിജൻ തരുന്നത്. ഈ മരങ്ങളെയും വെട്ടി വെട്ടി മാറ്റുമ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, മരങ്ങൾ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് അതേപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ. ഇത് നിങ്ങളെ ഈ വളർന്നു വരുന്ന തലമുറയായിട്ടുള്ള നിങ്ങളെ പഠിപ്പിച്ചു തരാനാണ് ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് ഇനി വളർന്നു വരുന്ന ഒരു ഭാവി തലമുറ എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പം നിങ്ങൾ വേണം ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ. പ്രകൃതിയെ നമ്മൾ എങ്ങനെ പരിപാലിക്കണം, പ്രകൃതിയെ നമ്മൾ എന്തിനു വേണ്ടി പരിപാലിക്കണം, പ്രകൃതിയെ നമ്മൾ ആർക്കു വേണ്ടി പരിപാലിക്കണം, എന്തിനാണ് പ്രകൃതി, എന്താണ് പ്രകൃതി, ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്, നമ്മളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് തരുന്നത് തന്നെ. അതാദ്യം മനസ്സിലാക്കുക. പല അധ്യാപകരോ ആരോ ആയിക്കോട്ടെ, പലരും ഈ പാഠം എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം പലരും പറയാറില്ല അല്ലേ? ഒറ്റൊരു വീഡിയോ കണ്ടാൽ മതി, ഈ ചാപ്റ്റർ നമുക്ക് പഠിച്ചെടുക്കാം, 5 മിനിറ്റ് കൊണ്ട് ഈ പാഠഭാഗം പഠിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയും. പക്ഷേ അതിലുള്ള ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്തിലുള്ള ആശയം, ഈ പാഠഭാഗത്തിനെ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, ഈ പാഠഭാഗത്ത് നിന്ന് കിട്ടുന്ന അറിവ്, ഈ പാഠഭാഗത്തിൻ്റെ കണ്ടൻറ്റ് പല കുട്ടികൾക്കും കിട്ടാറില്ല. നിങ്ങളുടെ സീനിയേഴ്സിൽ പല കുട്ടികൾക്കും കിട്ടിയിട്ടുമില്ല. അവരൊക്കെ ഈ പാഠഭാഗത്തിൻ്റെ കഥയറിയാം അത്രമാത്രം, പിന്നെ ഇംഗ്ലീഷിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ പോകുന്ന കുട്ടികളാണ്. അത്ര ചെയ്താൽ മതി. ഞാനും ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത്ര ചെയ്താൽ തന്നെ നിങ്ങൾക്ക് A+ കിട്ടും. എങ്ങനെ? ഈ പാഠഭാഗം പഠിച്ചാൽ മതി. പകരം നമ്മളിവിടെ പഠിക്കുകയല്ല, മനസ്സിലാക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണ്. ഇതിലെ ഓരോ കണ്ടൻറ്റുകളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പഠിക്കാനാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വിദ്യാർത്ഥി എന്നതിനപ്പുറം നമ്മുടെ സമൂഹത്തെ സേവിക്കേണ്ട, നമ്മുടെ സമൂഹത്തിന് നല്ലത് ചെയ്യേണ്ട, അതിൻ്റെ ആശയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പാഠഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിനർത്ഥം ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവുന്ന അർത്ഥം. ചിലപ്പോഴും ഞാൻ ഇത് പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. പാഠഭാഗത്തിന് കുറച്ച് സമയം എടുക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ എല്ലാം വിശദമായിട്ട് പറയും. ഇതിൻ്റെ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം ഇനിയൊന്നും ചോദിക്കാൻ ഈ പാഠഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞു തരിക. അതായത് എല്ലാം പറഞ്ഞു തരും. ഇനി നിങ്ങൾക്ക് പാഠഭാഗം മാത്രം മതി, നമുക്ക് ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ എക്സാമിന് മാത്രം മതി എന്നാണെങ്കിൽ, എക്സാമിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിലും പറയുന്നത്, പകരം കഥ മാത്രം മതി എന്നാണെങ്കിൽ
ഞാൻ തന്നെ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അതായത് ഓരോ ലൈനും ബൈ ലൈനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ. അത് കണ്ടാലും മതി. അതാകുമ്പോൾ കുറച്ച് നേരത്തെ തീരും. ഇതാകുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്ന് കരുതിയിട്ട് ഈ സമയം എടുക്കുന്ന നിങ്ങൾ ഈ വീഡിയോ കണ്ട കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാവുക. നിങ്ങളാണ് മറ്റ് കുട്ടികളിൽ നിന്നും വ്യത്യസ്തരായിട്ട് നിൽക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പം നമ്മുടെ കഥാകൃത്തിൻ്റെ പേരാണ് കഥാകൃത്തിൻ്റെ പേര് റസ്കിൻ ബോണ്ട്, പാഠത്തിൻ്റെ പേര് അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ സീനിയേഴ്സിൽ പലർക്കും റസ്കിൻ ബോണ്ട് ആരാണ് എന്ന് പോലും അറിയില്ല. അഡ്വഞ്ചേഴ്സിനെ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത്, പാഠഭാഗമല്ല, ഇതിൻ്റെ കഥാകൃത്തിൻ്റെ പേരാണ് റസ്കിൻ ബോണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ ഉള്ള പോലെ തന്നെ വെക്കേഷൻ ടൈമിൽ എവിടെയെങ്കിലുമൊക്കെ, നമ്മളാണെങ്കിൽ ഇപ്പോഴെന്താണ് മറ്റെവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണ്ടേ നമുക്ക് വെക്കേഷൻ ടൈം. ഇദ്ദേഹം അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് വെക്കേഷൻ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അവധിക്കാലം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് വരികയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ബാല്യകാലത്ത് കാണുന്ന വിസ്മയങ്ങളാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ആ ഒരു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആ ഒരു വീട്ടിൽ, ആ വീട്ടിൻ്റെ വളപ്പിൽ ഒരു സൈഡിലായിട്ട് ഒരു അതിമനോഹരമായിട്ടുള്ള പഴയ ഒരു ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിൻ്റെ മുകളിൽ പല തരത്തിലുള്ള ജീവജാലങ്ങളും, എല്ലാവരും പക്ഷികളും അണ്ണാന്മാരും പലതരത്തിലുള്ള പഴങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ആൽമരത്തിൽ ഈ കുട്ടി കയറി അങ്ങ് ഇരിക്കുമായിരുന്നു. ആ മരത്തിൽ കയറി ഇറങ്ങുമായിരുന്നു. ആ മരത്തിലെ സ്ഥിരം സന്ദർശകനാണ്. അങ്ങനെ ആ കുട്ടി കാണുന്ന, ആ ആൽമരത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ്, ആ ആൽമരത്തിൽ നിന്നും കുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ സംസാരിച്ചു. ഒന്ന് എന്ന് പറയുന്നത്, ഈ പാഠഭാഗം നമുക്ക് എന്തിനാണ് തന്നിരിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത് നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? ഇതിൻ്റെ തീം പഠിച്ചു. ഇതെങ്ങനെയാണ്, എന്തിനാണ്, കഥാകൃത്തിൻ്റെ അനുഭവമാണിത് ഈ ഒരു ചെറുകഥ എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യം ടൈറ്റിലിനെ പറ്റിയിട്ടാണ്. ടൈറ്റിൽ എന്ന് പറയുമ്പം കണ്ടോ, നമ്മൾ ആ ഒരു പഠനം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോവാണ്. അതായത് നമ്മളെല്ലാം എല്ലാം ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഈ രീതിയിലുള്ള പഠനം നിങ്ങൾക്ക് മറ്റാരും തന്നിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഞാനും ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതാണ്. 10 മാത്രമല്ല, നമ്മുടെ എഡ്യൂക്കേഷനിൽ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളതുപോലെ നിങ്ങൾക്ക് ബെറ്റർ ക്ലാസ്സുകൾ തരാൻ തന്നെയാണ് ഈ ഒരു ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എത്ര കുട്ടികൾ കാണും എന്നുള്ളതിലല്ല, ആ കാണുന്ന കുട്ടികളിൽ ഈ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിൽ ഞാൻ എന്താണ് വിജയിച്ചു എന്നതാണ് അർത്ഥം. ഞാൻ എടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക, ഞാൻ ഒരു പോരായ്മയായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു പോരായ്മ ഉണ്ടാവില്ല. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങളേ ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം ടൈറ്റിലിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ടൈറ്റിൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ബനിയൻ ട്രീ എന്ന് വെച്ചാൽ ആൽമരം അല്ലെ? നമുക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ വായു തരുന്ന, ഓക്സിജൻ തരുന്ന ഒരു മരമാണ് ആൽമരം. വളരെയധികം വേരുകളൊക്കെ ഇങ്ങനെ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മരം, ആൽമരം. അതിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് പലരും പരസ്പരം സംസാരിക്കുകയും പരസ്പരം വീട്ടുവിശേഷങ്ങൾ സംസാരിക്കുകയും അതിൻ്റെ ചുറ്റിലിരുന്നു കൊണ്ട് പലരുടെയും ബാല്യകാലങ്ങൾ കടന്നു പോയിട്ടുള്ളതൊക്കെ നമ്മൾ കഥകളിൽ നിന്നും നേരിട്ട് കണ്ടുമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൽമരം, അതിമനോഹരമായിട്ടുള്ള ആ ആൽമരം, അതാണ് ബനിയൻ ട്രീ. അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അഡ്വഞ്ചേഴ്സ്? സാഹസികങ്ങൾ. ഒന്നുമില്ല, ആൽമരത്തിലെ സാഹസികങ്ങൾ. ഇതാണ് ടൈറ്റിൽ. ഓക്കെ, ഡൺ. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണ്. അത് മനുഷ്യർക്ക് മാത്രം ഉള്ളതല്ല എന്നർത്ഥം. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. മനുഷ്യൻ പ്രകൃതിയിലെ ഒത്തൊരുമയോടെ വേണം കഴിയാൻ വേണ്ടിയിട്ട്. അല്ലാതെ സ്വന്തം സ്വാർത്ഥതകൾക്ക് വേണ്ടിയിട്ട് വെട്ടിപ്പിടിക്കണമെന്ന് കരുതിയിട്ട്
അതും ഇതും കൈവശപ്പെടുത്താനല്ല മനുഷ്യർ ശ്രമിക്കേണ്ടത്. പകരം എല്ലാ ജീവജാലങ്ങൾക്കും നിങ്ങൾക്കുള്ള അതേ ഇക്വാലിറ്റി, നിങ്ങൾക്കുള്ള അതേ പ്രാധാന്യം മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അവധിക്കാലം പ്രകൃതിയായിട്ട് ചിലവഴിച്ചിട്ടുണ്ടോ? എവിടെയല്ലേ സമയം? നമുക്ക് സാമൂഹിക മാധ്യമങ്ങൾ നോക്കണ്ടേ അല്ലേ? അവിടെയാണ് നമ്മുടെ ലോകം. എൻ്റെയും നിങ്ങളുടേതും ഒക്കെ അവിടെയാണ് ലോകം. അതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. പ്രകൃതി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും സമയമില്ല, നിങ്ങൾക്കും സമയമില്ല. ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. നമുക്ക് കാണാം എങ്ങനെയാണ് ഒരു കുട്ടി പ്രകൃതിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതാണ് ഈ പാഠഭാഗത്തിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിൽ വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിൽ വെക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള ഒരു ചെറുകഥ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറുകഥ. അതാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ചെറുകഥ. നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു കുട്ടി അവൻ്റെ ആ ഒരു പ്രായത്തിൽ കാണുന്ന കാഴ്ചകളും അവൻ്റെ വിസ്മയങ്ങളും അവൻ്റെ അനുഭവങ്ങളും അവൻ്റെ ഓരോരോ അറിവും ഒക്കെയാണ് ഈ പാഠഭാഗം. അപ്പം നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും മുന്നിലെടുത്ത് വെക്കുക. പിന്നെ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തിയെ കൃത്യമായിട്ട് ഓർക്കുക. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കഥയിലെ കഥാനായകൻ എന്ന് അത് എവിടെയും പറയുന്നില്ല. പകരം നിങ്ങളുടെ ഈ ഒരു പാഠഭാഗത്തിലുടനീളം ഇത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ ബാല്യകാലത്തെ പറ്റിയിട്ടുള്ളതാണെന്ന് എവിടെയും പറയുന്നില്ല. പകരം അവസാനം നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ ടൈമിലുള്ള കാര്യമാണെന്ന്. നോക്ക്, ഇവിടെ പറയുന്നുണ്ട് വെക്കേഷൻ ടൈമിലാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ എവിടെ വാച്ചിങ് ദ നേച്ചർ പിന്നെ കാണിക്കാം. ഓക്കെ, ഇവിടെ തന്നെയാണെന്നാണ് ഇപ്പം നിലവിൽ അത് കാണുന്നില്ല. ഓക്കെ, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം വെക്കേഷൻ തന്നെയാണ് കേട്ടോ, അതിലൊരു സംശയമില്ല. ഈ ഒരു കുട്ടിയുടെ വെക്കേഷൻ ടൈം തന്നെയാണ്, ഈ ഒരു കുട്ടിയുടെ ബാല്യകാലം തന്നെയാണ് ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തി ഈസ് ആൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്. നമുക്ക് ആ ഒരു റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം അല്ലേ? ഇത്രയും നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ചെറുകഥ നമുക്ക് സമ്മാനിച്ച അദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, റസ്കിൻ ബോണ്ട് ഈസ് ആൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്. അദ്ദേഹം ജനിച്ചത് 19 മെയ് 1934 അതായത് നിങ്ങൾ ഓർക്കണം, ഈ കാര്യങ്ങളൊന്നും പലരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ബട്ട് കേൾക്കുക, വെറുതെ കേൾക്കുക. ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെറുതെ നിങ്ങൾ കേട്ടാൽ മതി, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക. എക്സാമിനൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചോദിക്കില്ല, അദ്ദേഹത്തിൻ്റെ പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഈസ് ആൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ് അല്ലേ? അദ്ദേഹം ജനിച്ചത് 1934 മെയ് 19 അപ്പം നിങ്ങൾ ഓർക്കണം, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നേരം ഓർക്കണം, ഇവിടെ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആ ഒരു ഇത് കൂടി ഉണ്ടായിരുന്നു, ടച്ച് കൂടി ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ. അദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് റോയൽ എയർഫോഴ്സിൽ ഓഫീസറായിരുന്നു. അതായത് സാധാരണ എയർഫോഴ്സ്, റോയൽ എയർഫോഴ്സ് അന്നത്തെ കാലത്തുള്ള. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17. സത്യം പറഞ്ഞാൽ റോയൽ എയർഫോഴ്സിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അതാണ് ഞാൻ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് ഒഴിവാക്കിയത് കേട്ടോ. ചെക്ക് ചെയ്യാം. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17. തൻ്റെ 17-ാം വയസ്സിൽ, 17 വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നോവൽ എഴുതിയത്. ദ റൂം ഓൺ ദ റൂഫ് എന്ന് പറയുന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ എഴുതിയത് അദ്ദേഹം 17-ാം വയസ്സിലാണ്. നിങ്ങൾ ഓർക്കണം, അദ്ദേഹം 17-ാം വയസ്സിൽ നോവൽ എഴുതി. നിങ്ങൾ ഈ പ്രായത്തിൽ എന്ത് ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. കമൻറ്റ് ചെയ്യാത്ത നല്ല രസകരമായിട്ടുള്ള കമൻറ്റുകളാണ് കിട്ടുകയെന്ന് എനിക്കറിയാം. ഞാനും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല.
പക്ഷേ എടാ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ അറിയോ, നമ്മൾ പലതും പഠിക്കുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ആ, ഈ പഠിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ആരോ ആയിക്കോട്ടെ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും മറക്കും. അല്ലെ, മറക്കും. അത് നമ്മൾ മനുഷ്യരാരായാലും മറക്കും. നിങ്ങളിപ്പം ചിന്തിച്ചു നോക്കുക, നിങ്ങളിപ്പം 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ല. ഭൂരിഭാഗം ആൾക്കാർക്കും അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. എന്തിനാ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ വരെ പലരും മറന്നിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നത്. എനിക്ക് ഈ തിരിച്ചറിവ് ഇപ്പോഴാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഞാനത് മുൻകൂട്ടി ആ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപകാരപ്രദമാകും, അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ മറക്കില്ല. എൻ്റെ ടിപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഇംഗ്ലീഷിൽ അധികം വരുന്നില്ല. പകരം നിങ്ങളിപ്പോൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിലും കെമിസ്ട്രി പഠിക്കുകയാണെങ്കിലും ബയോളജി പഠിക്കുകയാണെങ്കിലും ടെക്സ്റ്റിലുള്ളത് അപ്പാടെ അങ്ങ് ഇങ്ങനെ ബൈഹാർട്ടായിട്ട് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് അവിടെ ഇങ്ങ് പതിപ്പിക്കാതെ, പകരം ഇത് ഇപ്പം ബയോളജി എക്സാമ്പിളായിട്ട് തന്നെ നമുക്ക് പറയാം. ബയോളജിയിൽ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററാണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അതായത് അറിയാനും പ്രതികരിക്കാനും നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന പല പല കാര്യങ്ങളാണ് ആ പാഠഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. അതായത് മനുഷ്യരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, മനുഷ്യരെങ്ങനെ കാണുന്നു, എങ്ങനെ ടേസ്റ്റ് അറിയുന്നു, എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ സ്പർശനം അറിയുന്നു, ഇതൊക്കെയാണ് ആ പാഠത്തിൽ പറയുന്നത്. ഇതൊക്കെ എന്താ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ ഒരു സെൻസിലല്ല പറഞ്ഞത്. അതായത് നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എങ്ങനെ പഠിക്കാം? മനസ്സിലാക്കി പഠിക്കാം. കാരണം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് തിരിച്ചറിവോട് കൂടിയിട്ട് പഠിക്കാം. എൻ്റെ ശരീരത്തിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് കാണുന്നത്, അങ്ങനെയുള്ള ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് എന്താണോ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കുക, അത്രയേ ഉള്ളൂ. റസ്കിൻ ബോണ്ടിനെ പറ്റിയിട്ട്, അദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇറ്റ് ഗോട്ട് ജോൺ ലെവലിൻ റൈസ് പ്രൈസ്. കൃത്യമായിട്ടാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്തതെന്ന് എനിക്കറിയില്ല, കാരണം പലരും പല രീതിയിലാണ് ആ ഒരു പ്രൈസിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇൻ 1957 ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ് ദ ആംഗ്രി റിവർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടികൾക്കുള്ള പുസ്തകമായിരുന്നു, അതിൻ്റെ പേരാണ് ദ ആംഗ്രി റിവർ. ഇൻ 1992 1992 ഹി റിസീവ്ഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെറ. അദ്ദേഹത്തിന് 1992 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. ഏതിനാണ് കിട്ടിയത്? അദ്ദേഹത്തിൻ്റെ ചെറുകഥകളുടെ ഒരു സമാഹാരം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെറ. അതായത് നമ്മുടെ വൃക്ഷങ്ങൾ ഇപ്പോഴും ഡെറ എന്ന് പറയുന്ന സ്ഥലത്ത് വളരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, ആ ഒരു പേരിൻ്റെ അർത്ഥം. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1999 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അതായത് കുട്ടികളുടെ സാഹിത്യത്തിന് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു 1999. ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇൻ 2017. ഇതൊക്കെ ഓരോരോ അവാർഡിൻ്റെ പേരാണ് കേട്ടോ. നിങ്ങൾ അതൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേൾക്കുക. 2017 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹി നൗ ലിവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലാൻഡോർ നിയർ മുസൂറി. ഈ മുസൂറി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? മുസൂറി എന്ന് പറയുന്ന സ്ഥലം ഉത്തരാഖണ്ഡിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഉത്തരാഖണ്ഡിലുള്ള സ്ഥലമാണ് മുസൂറി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കുറേ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് അറിവുകളാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഉത്തരാഖണ്ഡിൽ മുസൂറി എന്ന് പറയുന്ന, ഈ പേരുകളൊക്കെ നമുക്ക് കൃത്യമായിട്ടാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം പലരും പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ കോഴിക്കോടിനെ കോഴിക്കോട്, അങ്ങനെ പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അത് നമുക്ക് ഒന്നും പറയാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പം ഉത്തരാഖണ്ഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്, നമ്മുടെ ഈ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പം 90 വയസ്സായിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിലേക്ക്. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് എടുക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം.
ചാപ്റ്റർ എടുത്തു തുടങ്ങിയാൽ ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് എടുക്കുക. ഫാസ്റ്റായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആണ് എടുക്കുക കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ മെല്ലെ എടുക്കുന്നുള്ളൂ എന്നൊന്നും പേടിക്കൊന്നും വേണ്ട. നമുക്ക് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് മെല്ലെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ. അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം ഈ ലാംഗ്വേജസിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾ വെറുതെ പാഠം പഠിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയണം, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഈ ഒരു പാഠഭാഗത്തിനെ പല രീതിയിൽ പല ആംഗിളിൽ നിങ്ങൾ വീക്ഷിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ ഒരു കുട്ടി വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും അടുത്തേക്ക് വന്നത്? ചിന്തിക്കാം. നമ്മളും അങ്ങനെയാണ്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ നമ്മുടെ അവധിക്കാലം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മറ്റു പലരും ഉണ്ട്. അതായത് വെക്കേഷൻ അവധിക്കാലത്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന പലരും ഉണ്ട്. എല്ലാം നല്ലതാണ് അല്ലേ? വെക്കേഷൻ ടൈമിൽ നമ്മൾ പല രീതിയിലാണ് ഓരോ ആൾക്കാരും അവധിക്കാലം ചെലവഴിക്കുന്നത്. ചിലരെ എന്ത് ചെയ്യും, ഞാനൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാറാണ് പതിവ്. ചിലപ്പോഴൊക്കെ നമ്മൾ അയൽക്കാരുടെ വീട്ടിലൊക്കെ പോകും, ആ ഒരു രീതിയിൽ. അല്ലെങ്കിൽ കളിക്കാൻ പോകും, നമ്മളെ ബന്ധുക്കളുടെ വീട്ടിൽ പോകും. അങ്ങനെയൊക്കെയാണ് എൻ്റെ വെക്കേഷൻ പൊതുവെ. ഓക്കെ. അപ്പം ഈ കുട്ടി എന്തുകൊണ്ടായിരിക്കാം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്ത് അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുക? ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അവധിക്കാലം അവരോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതിൽ പല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമുണ്ട് അല്ലേ? പ്രായമായവർ, അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെയല്ല അവർ താമസിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം അങ്ങനെ നമുക്ക് പറയാം. അതുകൊണ്ട് അദ്ദേഹം അവരെ കാണാൻ വേണ്ടിയിട്ട് പോയി. മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒരുപാടധികം ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു അവധിക്കാലം കിട്ടിയപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവരൊപ്പരം കുറച്ച് നാളുകൾ കഴിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോകുന്നത് എന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ ഈ നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിനടുത്തുള്ള ആൽമരത്തെ കാണാൻ, അവിടെ കളിച്ച് രസിച്ച് നടക്കാനാണെന്ന് കരുതാം. അപ്പം അങ്ങനെ പല രീതിയിലും നമുക്കതിനെ എന്ത് ചെയ്യാം, വ്യാഖ്യാനിക്കാം. അത് പലരുടെയും ഓരോരോ കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും അല്ലേ? എനിക്കിപ്പം പറയാൻ വേണ്ടി പറ്റും വെക്കേഷൻ ടൈം നമ്മൾ എന്ത് ചെയ്യരുത്, പുറത്തൊന്നും പോകരുത് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. വെക്കേഷൻ ടൈം നമ്മൾ പുറത്ത് പോകണം എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. വെക്കേഷൻ ടൈം നമ്മൾ റിലേറ്റീവ്സിൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാത്രമേ അവധിക്കാലം പോകാൻ വേണ്ടി പാടുള്ളൂ എന്നെനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബന്ധുക്കളുടെ വീട്ടിൽ പോകരുത് എന്നെനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ അവധിക്കാലത്ത് കളിച്ച് രസിക്കാൻ വേണ്ടി പാടില്ല, നിങ്ങൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പാടില്ല എന്നെനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ സ്ഥലങ്ങൾ കാണണം എന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഓരോ വ്യക്തികളുടെയും അവധിക്കാലം, അവരുടെ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് അല്ലേ? അത് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെലവഴിക്കണം. പക്ഷെ അത് നല്ല കാര്യമാകണം എന്ന് മാത്രം. വെറുതെ സാമൂഹിക മാധ്യമങ്ങളിൽ വെറുതെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അധികം സമയം കൊടുക്കരുത് എന്നൊന്ന് പറയാണ്. ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ ഇനി മാറ്റിവെക്കുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കുറച്ചധികം ഞാൻ ഇങ്ങനെ ലാഗ് അടിപ്പിക്കുന്നത് തന്നെയാണ്, കാരണം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. The house and grounds of our home in India were grandfather's domain. The magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഡൊമൈൻ എന്ന് വെച്ചാൽ സാമ്രാജ്യം. മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ള പഴയ ആൽമരം. ഓൾഡ് എന്ന് വെച്ചാൽ പഴയ. പിന്നെന്താ അതിലർത്ഥം പറയാനുള്ളത്? ഒന്നുമില്ല അല്ലേ? ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. നമ്മുടെ ഇന്ത്യയിലുള്ള ആരാ പറയുന്നത്? കുട്ടിയാണ് പറയുന്നത്. കുട്ടി നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിലാണ് ഈ ഒരു പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. കുട്ടിയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിലുള്ള നമ്മുടെ വീടും പരിസരവും ഒക്കെ മുത്തശ്ശൻ്റെ സാമ്രാജ്യമാണ്. ഡൊമൈൻ എന്ന് വെച്ചാൽ സാമ്രാജ്യം. ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ ചീഫ്ലി. എന്നാൽ ആ വീട്ടിൻ്റെ വളപ്പിൽ സൈഡിലായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പഴയ പല ജീവികളും വന്ന്
എന്താണ് പരസ്പരം ഒത്തൊരുമയോടെ കഴിയുന്ന അതിമനോഹരമായിട്ടുള്ള പഴയ ആൽമരം എൻ്റേത് മാത്രമാണ്. ആരാ പറയുന്ന? കുട്ടി. ബിക്കോസ്, കാരണം മുത്തശ്ശന് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, മുത്തശ്ശന് 65 വയസ്സായി. കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, അതായത് 65 വയസ്സായ മുത്തശ്ശന് ആ ഒരു ആൽമരത്തിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ വീട്ടുവളപ്പും ഒക്കെ കൃത്യമായിട്ട് പരിപാലിക്കുമായിരുന്നു. എന്നാൽ ആൽമരത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തിന് കയറാൻ വേണ്ടി പറ്റില്ല. ആൽമരത്തിൻ്റെ മുകളിൽ ആകെ കയറുന്നത് നമ്മൾ ഈ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ആൽമരം ആ കുട്ടിയുടെ സാമ്രാജ്യമായിട്ട്, കോട്ടയായിട്ട് മാറുകയാണ് എന്ന് പറയുകയാണ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. Grandmother used to tease him about this. മുത്തശ്ശനെ ഈ ഒരു കാര്യം പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. ടീസ് എന്ന് വെച്ചാൽ കളിയാക്കുക. ഏത് കാര്യം പറഞ്ഞിട്ട്? നിങ്ങൾക്ക് പ്രായമായി, നിങ്ങൾ വെറുതെ ആൽമരത്തിൽ കയറിയിട്ടാകുമ്പം വീയണ്ട അല്ലേ? ആ ഒരു രീതിയിൽ മുത്തശ്ശനെ കളിയാക്കാറുണ്ടായിരുന്നു. വളരെയധികം എൻജോയിങ് കപ്പിൾസ് ആയിരുന്നു അവരിങ്ങനെ പരസ്പരം തമാശയൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതം അവർ ആസ്വദിക്കുകയാണ്. നമുക്കും ജീവിതം ആസ്വദിക്കുകയാണ് വേണ്ടത് നല്ല രീതിയിൽ. എടാ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇപ്പം ഉള്ളതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴാണ് ഈ ഒരു രീതിയിൽ ക്ലാസ് എടുക്കാമെന്ന് കരുതി ക്ലാസ് എടുക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കാറ്. ഈ ഒരു ക്ലാസ്സിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇട്ടേക്കണം. കാരണം ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഒരു രീതിയിൽ ഇംഗ്ലീഷ് എടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുമ്പാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു പാഠത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാറ്. ഇപ്പം ഞാൻ എല്ലാ ഭാഗങ്ങളും നിങ്ങളോട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്ലാസ് വേണോ അല്ലെങ്കിൽ പാഠഭാഗം മാത്രം മതിയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് പാഠഭാഗം മാത്രം മതിയെങ്കിൽ ഈ ക്ലാസ് ബോറിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ. പകരം ഇങ്ങനെയാണ് രസമെങ്കിൽ ഈ ക്ലാസ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഇന്നിതാ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഇത്ര വരെ എടുക്കുള്ളൂ. ഇത്ര വരെ നമ്മളിന്ന് സംസാരിക്കുള്ളൂ. ബാക്കി നമ്മൾ പാർട്ട് 2 വീഡിയോയിലായിരിക്കും. ഇതെന്തായാലും ഒരുപാട് വീഡിയോസ് ഉണ്ടാകും. ലാംഗ്വേജസ് നമുക്ക് നിങ്ങളുടെ സമയം വളരെയധികം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളൂ. കാരണം ഇപ്പം നമുക്ക് സമയമുണ്ട്. അങ്ങനെ തീരെ ഇല്ല എന്നൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. അല്ലെങ്കിലും ഈ ഇങ്ങനെയുള്ള ഇംഗ്ലീഷിന് നിങ്ങൾ അത്യാവശ്യം സമയം എടുക്കണം. കാരണം നിങ്ങൾ മറ്റ് പലതിനും സമയം കണ്ടെത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇല്ലയെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നിങ്ങൾ മറ്റ് പലതിനും സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നമ്മളൊക്കെയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ +1 +2 ഇപ്പോഴാണ് ഞാൻ +2 കഴിഞ്ഞത്. ഒരു മാഷുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരൻ ക്ലാസ്സിൽ വരും ഇംഗ്ലീഷിൽ. നമ്മൾ +1 ചേർന്ന സമയം അങ്ങനെയായിരുന്നു. അദ്ദേഹം ക്ലാസ്സിൽ വരും, ഇംഗ്ലീഷിൽ അങ്ങ് തുടങ്ങും. ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ക്ലാസ്സിലുടനീളം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു അധ്യാപകനെ കാണുന്നത്. സത്യം പറയാം, ഞാൻ വരെ ഇപ്പം നിങ്ങളോട് മുഴുവൻ കാര്യങ്ങളും മലയാളത്തിലാണ് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന വാക്കുകൾ പോലും ഇംഗ്ലീഷിലേ പറയാറുള്ളൂ. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കും. ഇതെന്താ ഇദ്ദേഹം പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പുതിയൊരു രീതിയിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നതെന്നൊക്കെ ഞാൻ അന്തം വിട്ടിരിക്കും. പിന്നീട് ഇത് നമുക്ക് കേട്ട് ശീലമായി. നമുക്ക് ഇംഗ്ലീഷ് അദ്ദേഹം പറയുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം ഇംഗ്ലീഷിൽ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് ഇംഗ്ലീഷ് നമുക്ക് തന്നെ പറയാൻ വേണ്ടിയിട്ടൊരു കോൺഫിഡൻസ് മെല്ലെ മെല്ലെ വന്നു. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ 2 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, സത്യസന്ധമായിട്ട് പറയാനാണെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തുവാകാൻ വേണ്ടിയിട്ട്, മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട്, ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നേർക്കും വരുന്നത് യഥാർത്ഥത്തിൽ ഈ മൂന്നാമത്തെ കാര്യത്തിനാണ്.
നിങ്ങൾക്ക് കിട്ടുന്ന ആശയങ്ങൾ, ഈ പാഠഭാഗം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആശയങ്ങൾ, ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. പക്ഷെ അത് ആ മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. പക്ഷെ അത് പല കുട്ടികൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. ഓക്കെ അപ്പം ഞാൻ ആ കഥയൊന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ. എൻ്റെ അധ്യാപകനെ പറ്റിയിട്ട് ഞാനൊന്ന് ഓർത്തു, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഈ ഒരു പഠനത്തിലേക്ക് കടക്കാം. എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ലാഗ് അടുപ്പിച്ച് പറയുന്നത് പൊതുവേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല, എനിക്കും ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇങ്ങനെ പഠിക്കാം. ഇത് നിങ്ങൾക്ക്, എനിക്കറിയില്ല നിങ്ങളുടെ വികാരം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ മറ്റേ രീതിയിൽ തന്നെ എടുക്കും. ഇത് പുതിയൊരു ഒരു പരീക്ഷണം എന്ന രീതിയിലാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ഇതിനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ആശയം കൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. ഓക്കെ, ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. മുത്തശ്ശനെ ഈ ഒരു കാര്യം പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. ആൻ ഇംഗ്ലീഷ് വുമൺ ഹൂ ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117 ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡൻ ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. മുത്തശ്ശി എന്ത് ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശനെ കളിയാക്കാറ്? മുത്തശ്ശി പറയായിരുന്നു, 117-ാം വയസ്സിൽ ആപ്പിൾ മരത്തിൻ്റെ മുകളിൽ കയറിയത് കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതായത് ഡെസ്മണ്ടിലെ കൗണ്ടസ് രാജ്ഞി. അപ്പം അദ്ദേഹത്തെ പറ്റി, അപ്പം ആ ഒരു ഉദാഹരണം മുത്തശ്ശി മുന്നോട്ട് വെക്കുമായിരുന്നു. അപ്പം ആ ആപ്പിൾ ട്രീയിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ ഇനിയും ഒരുപാട് കാലം ജീവിച്ചേനെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം വേണ്ടാത്ത പണിക്ക് ആര് നിൽക്കണ്ട, മുത്തശ്ശൻ വെറുതെ ഇതിൽ കയറേണ്ട എന്നുള്ളൊരു ആശയം വെച്ചിട്ടാണ് മുത്തശ്ശി അങ്ങനെ പറയാറ്. ഓക്കെ, the spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. അതായത് ഈ ആൽമരത്തിലെ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന വേരുകളും ഇതളുകളും ഇലകളും ഒക്കെ കാണുമ്പോൾ ഈ കുട്ടിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കിട്ടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. The tree was older than the house, older than grandfather, as old as the town of Dera, nestling in a valley at the foot of the Himalayas. അതായത് ഹിമാലയൻ മലകളുടെ താഴ്വാരയിലായിട്ട് ഒരു കുഞ്ഞ് ഗ്രാമമുണ്ട്. ആ ഗ്രാമം ഒരു ടൗൺ ഉണ്ട്. ആ ടൗണിൻ്റെ പേരാണ് ഡെറ. ആ ഡെറ എന്ന് പറയുന്ന ടൗണിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യട്ടോ. ഹിമാലയയുടെ താഴ്വാരയിൽ ഒരു കുഞ്ഞ് ടൗണ്, ഡെറ എന്നാണ് ആ ടൗണിൻ്റെ പേര്. അവിടെ ഒരു കുഞ്ഞ് വീട്, ആ വീട്ടിനരികിലായിട്ട് കുഞ്ഞ് ആൽമരം. അപ്പം ഈ ടൗണിനേക്കാളിലും ഈ വീടിനേക്കാളിലും ആ വീട്ടിൽ താമസിക്കുന്ന മുത്തശ്ശനേക്കാളിലും, മുത്തശ്ശന് 65 വയസ്സായ മുത്തശ്ശനേക്കാളിലും പ്രായമുള്ളത് ആർക്കാണ്? ആൽമരത്തിനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഈ മരം എന്ന് പറയുന്നത് വീട്ടിനേക്കാളിലും പഴയതാണ്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനേക്കാളിലും പഴയതാണ്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറ, ഈ ഡെറ എന്ന് പറയുന്ന ടൗണിനേക്കാളിലും പഴയതാണ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിരൽ. ഈ ഒരു കുട്ടിയുടെ ആൽമരത്തിലെ ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് അണ്ണാനാണ്. സ്ക്വിരൽ എന്ന് വെച്ചാൽ അണ്ണാൻ. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. മക്കളെ, പല കുട്ടികൾക്കും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുമ്പം ഇപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് പറയുകയാണ്, ഓൺലൈൻ ക്ലാസ്സുകൾ കാണുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. അതായത് ഒരുപാട് നേരം ഈ സ്ക്രീനിൽ നോക്കി നിൽക്കേണ്ട ഒരു പ്രശ്നം വരുന്ന പല കുട്ടികൾക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. എൻ്റെ അധ്യാപകരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിത് മുഴുവൻ സമയവും ഇങ്ങനെ ഓൺലൈനിൽ ഇരിക്കാൻ എനിക്കെന്തോ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ വീഡിയോസിൽ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കണ്ട. ഇങ്ങനെ പാഠങ്ങൾ എടുത്തു തരുന്ന വീഡിയോസിൽ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെക്കുക. എന്നിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലാണ് നിങ്ങൾ നോക്കേണ്ടത്, സ്ക്രീനിലല്ല. പല കുട്ടികളും ചെയ്യുന്ന തെറ്റാണ്. നിങ്ങൾ സ്ക്രീനിൽ നോക്കേണ്ട. എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെക്ക്. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഓരോ സെൻറ്റൻസുകളും വായിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൈവച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കൂടെ മനസ്സിലാക്കുക. നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നോക്കണമെങ്കിൽ ഞാൻ പറയും, സ്ക്രീനിലേക്ക് നോക്കണമെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സമയം, എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ക്ലാസ്സുകൾ കേട്ടോണ്ടിരിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് സ്ക്രീനിൽ അധികം നോക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണ്ടുന്നതാണ്.
കാരണം ഒരു വർഷം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിലാണ് മുഴുവൻ കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വേണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരിക്കുക. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. പറഞ്ഞു, കുഞ്ഞണ്ണാനാണ് കുട്ടിയുടെ ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുന്നത്. ആ ആൽമരത്തിൽ ആർക്കിംഗ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റീസൺ മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അതായത് ഈ കുട്ടി ആദ്യം ആൽമരത്തിലേക്ക് കയറി ചെല്ലുന്നത് കണ്ടപ്പോഴേ നമ്മുടെ അണ്ണാൻ എങ്ങനെയാണടാ, നിങ്ങളൊന്ന് പറഞ്ഞേ. അണ്ണാൻ ഇവിടെ ഈ ഒരു പാഠഭാഗത്ത് ഈ ഒരു കുട്ടി കാണുന്ന അനുഭവങ്ങളുണ്ട്, കുട്ടി ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, വളരെ സൂക്ഷ്മമായിട്ട് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ തന്നെ നോക്കുക, ഈ തുള്ളിച്ചാടി നടക്കുന്ന അണ്ണാൻ, നിങ്ങൾ അണ്ണാനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അണ്ണാന് എങ്ങനെയാ മരത്തിലൊക്കെ കയറുന്നത്? ഇങ്ങനെ തുള്ളിയാണ് കയറുക. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാണാത്ത കുട്ടികളാണെങ്കിൽ ഒന്ന് തിരഞ്ഞു നോക്കുക, കാണും, വീഡിയോസൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പുറത്തിപ്പോൾ അണ്ണന്മാരെ കാണുന്നത് കുറവാണ്. പണ്ട് ഞാൻ കളിക്കാൻ പോയ ഒരു റോഡരികിൽ, അതായത് നമ്മൾ കളിക്കുന്നത് ഒരു വയലിലാണ്, അതിൻ്റെ സൈഡിലായിട്ട് ഒരു റോഡുണ്ട്. ആ റോഡിൽ നിന്ന് ഒരു ചേട്ടനെ ഒരു കാട്ടിലായിട്ട് എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോൾ നോക്കിയതാണ്. അവിടെ ജനിച്ച് ഏകദേശം കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞണ്ണാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കൽ അതിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിനെ ഒന്നും ഉപദ്രവിക്കാനോ ഒന്നിനും പോയില്ല. അതിൻ്റെ അമ്മയെ വന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുഞ്ഞണ്ണനാണ്, അല്ലെങ്കിൽ അത് സ്വയം പോയിട്ടുണ്ടാവും, പോകേണ്ടതാണ്. കാരണം അവിടെ തന്നെ മറ്റണ്ണാന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിലാണ് ഇവരുടെ കൂട് നിൽക്കുന്നത്. ഒരു ഹോൾസൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പം അവിടെ ഇങ്ങനെ വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ട് ആ കാട്ടിൽ വന്നതായിരിക്കും. നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ല എന്ന് കരുതിയിട്ട് ചിക്കൻ തിന്നുന്നില്ല എന്നല്ല, ഞാൻ ചിക്കൻ തിന്നുന്നുണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ എന്താ പറയുക, അതിപ്പം വെറുതെ ഞാൻ ചിക്കൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മളത് പല കാഴ്ചപ്പാടിലൂടെയും കാണേണ്ടി വരും. അതായത് ഒരു ഭാഗത്ത് ഞാൻ പറയുന്നു, മനുഷ്യർ എല്ലാവരും ഒത്തൊരുമയോടെ കഴിയണം, നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോഴും ഞാൻ കോഴികളെ കൊല്ലുന്നുണ്ട്, അല്ലേ? അതിൻ്റെ മാംസമാണ് ഞാൻ കഴിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് കോഴിക്കും ഒരു ഇത് വേണ്ടേ, ഒരു ഹാർമണി വേണ്ടേ? കോഴി ഇവിടെ നമ്മുടെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കേണ്ട ഒരു ജീവിയല്ലേ എന്ന് ചിന്തിച്ചാൽ അതൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ളപ്പോഴും നമുക്ക് പറയാം, അങ്ങനെ നമ്മൾ എല്ലാവരും ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഒരു ജീവിയും മരണപ്പെട്ടില്ല എന്നാണെങ്കിൽ ഇവിടെ ഈ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ജീവികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് ആർക്കും ജീവിക്കാൻ കഴിയണ്ട. അതൊരു മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ പല യാഥാർത്ഥ്യങ്ങളുമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, പേർപ്പസ്ഫുള്ളി, കാരണം അണ്ണാനെയൊക്കെ നമുക്കിപ്പോൾ ഉപദ്രവിച്ചിട്ട് എന്തെങ്കിലും കിട്ടേണ്ടോ? ഒന്നും കിട്ടാനില്ല, അല്ലേ? വെറുതെ അതങ്ങ് അതിൻ്റെ പാട്ടോക്കി പോട്ടെ. ചിക്കൻ, നമ്മൾ കോഴീനെ കൊന്നാൽ നമുക്ക് ഇറച്ചി കഴിക്കും, അല്ലേ? അതൊരു ഉണ്ട്. അതേ അവസരത്തിൽ നമ്മൾ മറ്റ് അണ്ണാനെയൊക്കെ കൊന്നു തിന്നോടാരെങ്കിലും അത്ര ക്രൂരരാണോ നമ്മൾ എന്ന് ചിന്തിക്കണം. അതേപോലെ തന്നെ അത്ര ക്രൂരരാണ് നമ്മൾ കോഴിയെ ചുട്ട് തിന്നുന്നത്. ഇതൊക്കെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കോഴി എന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. കാരണം നമ്മളത് തിന്നുന്നു. അതിനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ കാഴ്ചപ്പാട് എനിക്കൊന്നും ആ ഒരു വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. അതെൻ്റെ ടോപ്പിക്കല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. നമ്മൾ ഒരു ജീവജാലത്തെയും ഉപദ്രവിക്കാൻ വേണ്ടി പോകരുത്. അങ്ങനെ പറയുമ്പോഴും കോഴിയെയും ഒക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അതിന് എനിക്ക് പോലും ഉത്തരം പറയാൻ വേണ്ടി പറ്റില്ല. എനിക്ക് പോലും എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. എന്നാലും അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. അതായത് ഈ ഒരു പാഠഭാഗം നമ്മളോട് പറയുന്നത് എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കണം എന്നുള്ള കാര്യമാണ്. ഒന്നിനെയും ദ്രോഹിക്കാതെ ജീവിക്കണം എന്നുള്ള കാര്യമാണ്, അല്ലേ? അതാണ് ഈ പാഠഭാഗം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതേ അവസരത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ കോഴിയെ നമ്മൾ കഴിക്കാതിരിക്കണം അങ്ങനെയാണെങ്കിൽ. പക്ഷെ കോഴിയെ നമ്മൾ കഴിക്കുന്നുണ്ട്. കോഴിയെ നമ്മൾ ഉപേക്ഷിക്കാനും പറ്റില്ല, എനിക്കൊന്നും പറ്റില്ല. കോഴി കഴിക്കണം.
അപ്പം അതിനെ കൊല്ലേണ്ടി വരും. അങ്ങനെ കൊല്ലുകയാണെങ്കിൽ അതൊരു ജീവജാലത്തെ ദ്രോഹിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം പിന്നെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഇതുവരെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി പോകും അല്ലേ. അപ്പം കോഴീനെ നമുക്ക് ഇതിൽ നിന്നും മാറ്റി നിർത്തേണ്ടി വരും, കോഴിയായാലും മറ്റെന്തായാലും. അതൊക്കെ ഓരോരോ ഇതാണ്. എനിക്കതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ ഇനിയിപ്പോൾ എന്ത് പൊട്ടത്തരാണ് പറയുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കുക, അത്രമാത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും വെറുതെ ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടും ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. എനിക്ക് അതിൽ വലിയ അറിവില്ല, കാരണം എനിക്കതിൽ പറയാൻ വേണ്ടി പറ്റില്ല ഒന്നും. എനിക്കതിനൊരു ഉത്തരവില്ല ഈ കോഴീൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പം ഈ അണ്ണാൻ ഇങ്ങനെ തുള്ളി നടക്കുന്നതാണ് കുട്ടി കാണുന്നത്. ആൽമരത്തിലേക്ക് കയറിയപ്പോൾ ഈ അണ്ണാൻ ഇങ്ങനെ തുള്ളിച്ചാടിയിട്ട് പെട്ടെന്ന് നിൽക്കുകയാണ്. കാരണം എന്താ? ഈ ആൽമരം എന്ന് പറയുന്നത് കുട്ടി വരുന്നതിന് മുമ്പ് വരെ ഈ ഒരു അണ്ണാൻ്റെ സഹവാസ കേന്ദ്രമാണ്, അണ്ണാൻ്റെ വീടാണത്. ആ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കയറി വരികയാണ്. ആരാണ് എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്? എൻ്റെ ഇല്ലാതെ ആരാണ് ഞാൻ താമസിക്കുന്നിടത്തേക്ക് വരുന്നത് എന്ന് മനുഷ്യർ ചോദിക്കുന്നത് പോലെയല്ല അണ്ണാൻ അവിടെ നോക്കി ചോദിക്കുന്നത്. അണ്ണാൻ്റെ ഒരു റെസ്പോൺസ് ആ ഒരു രീതിയിലല്ല. അണ്ണാൻ ഇതാരാണ് പെട്ടെന്നിങ്ങനെ വന്നത്, എന്നെ ദ്രോഹിക്കാനാണോ എന്നാണ് അണ്ണാൻ അവിടെ ചിന്തിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് അണ്ണാൻ്റെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അണ്ണാൻ്റെ ഒരു പ്രൈവസിയെ ഈ കുട്ടി ആ ഒരു പ്രൈവസിയിലേക്ക്, ആ ഒരു ഇതിലേക്ക് ഈ ഒരു കുട്ടി കടന്നു ചെല്ലുന്നതായിട്ട് ആ അണ്ണാന് തോന്നി എന്നാണ് കുട്ടി പറയുന്നത്. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കാറ്റപ്പിൾട്ട് ഓർ എയർ ഗൺ ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. പക്ഷേ ഈ കുട്ടിയുടെ കയ്യിൽ തെറ്റാലിയോ എയർ ഗണ്ണോ, കാറ്റപ്പിൾട്ട് എന്ന് വെച്ചാൽ തെറ്റാലി, ഇതൊന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ അണ്ണൻ കൂടുതൽ ഒന്ന് അടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായത് അതിനർത്ഥം എന്താണ്? അണ്ണാൻ കണ്ടിട്ടുള്ള മനുഷ്യരൊക്കെ എങ്ങനെയുള്ളതാണ്? ഒന്നുകിൽ ഈ അണ്ണാനെ അടിച്ച് താഴെയിടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ തെറ്റാലിയോ അല്ലെങ്കിൽ എയർ ഗണ്ണൊക്കെ ആയിട്ടാണ് പലരും വരുന്നത്. പക്ഷേ ഈ ഒരു കുട്ടിയുടെ കയ്യിൽ അതൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ അണ്ണാന് സമാധാനമായി. ഇങ്ങനെയുണ്ടല്ലോ മനുഷ്യരെന്ന് അണ്ണാന് കണ്ട് ആശ്വസിച്ചു. കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങി കുട്ടിയായിട്ട്. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. അങ്ങനെ ഈ ഒരു കുട്ടി ആൽമരത്തിൽ നിന്ന് കീഞ്ഞു വരുമ്പോൾ അവിടെ എന്തൊക്കെ വെച്ചു കൊടുക്കുമായിരുന്നു? കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ പീസുകൾ അവിടെ വെക്കുമായിരുന്നു ആൽമരത്തിൽ. അങ്ങനെ ഇത് വെച്ച് അണ്ണൻ കഴിച്ച് ഇവർ രണ്ടുപേരും പരസ്പരം കൂടുതൽ സൗഹൃദത്തിൽ ഏർപ്പെടാൻ വേണ്ടി തുടങ്ങി. Before long, he was delving into my pockets and helping himself to whatever he could find. Delving എന്ന് വെച്ചാൽ തിരയുക. മക്കളെ, അറിയാത്ത അർത്ഥങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം കേട്ടോ. കാരണം നിങ്ങൾ പിന്നീട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അതെന്താണെന്ന് അറിയാതെ നിങ്ങൾ വിജൃംഭിച്ചു എന്നുള്ള വാക്ക് എനിക്ക് എവിടെ നിന്ന് കിട്ടിയേ? അറിയാതെ ഇങ്ങനെ വായി തുറന്നിരിക്കരുത് എന്ന് ഞാൻ വളരെ കാഷ്വലായിട്ട് പറയുന്നു. അറിയാതെ നിങ്ങൾ ഇരിക്കരുത് കേട്ടോ. അപ്പം ഡെൽവിങ് എന്ന് പറഞ്ഞാൽ സെർച്ച് എന്നാണ്, അതായത് തിരയുക. അർത്ഥം എഴുതി വെച്ചോളൂ കേട്ടോ. ബിഫോർ ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അതായത് ആദ്യമൊക്കെ ഈ കുട്ടി ആൽമരത്തിൽ നിന്ന് കീഞ്ഞു വരുമ്പോൾ കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ പീസുകളൊക്കെ വെച്ചു കൊടുക്കുമായിരുന്നു. ഇതൊക്കെ അണ്ണൻ കഴിക്കുമായിരുന്നു. പിന്നീട് ഈ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് കുട്ടിയുടെ കീശയിൽ നിന്ന് സ്വയം തിരഞ്ഞ് ഭക്ഷണം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ അണ്ണാൻ തുടങ്ങി. ഹി വാസ് വെരി യങ് സ്ക്വിറൽ. ഈ അണ്ണാൻ എന്ന് പറയുന്നത് വളരെ ചെറിയ അണ്ണാനാണ്, കുഞ്ഞണ്ണാനാണ്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. അതായത് ഈ അണ്ണാൻ്റെ സുഹൃത്തുക്കളും റിലേറ്റീവ്സും കുടുംബക്കാരൊക്കെ വിചാരിച്ച എന്താണെന്നറിയോ? ഈ അണ്ണാനൊരു എടുത്തുചാട്ടക്കാരനാണ്, ഇവ ഒരു ഫൂളിഷാണ്. എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്? ഇവൻ ആരുടെ കയ്യിൽ നിന്നാണ് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന്. ആ മനുഷ്യൻ ഇവൻ എന്തെങ്കിലും ചെയ്താലോ? ഈ മനുഷ്യൻ ഇവനെ കൊന്നാലോ? ഈ മനുഷ്യൻ ഇവനെ ഉപദ്രവിച്ചാലോ? ഈ മനുഷ്യൻ ഈ അണ്ണാൻ എന്തെങ്കിലും ആപത്ത് വരുത്തിയാലോ? ഇതൊക്കെയാണ് നമ്മളെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചിന്തിക്കുന്നത്. പക്ഷേ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഈ കുട്ടി അണ്ണാൻ ഒരു തരത്തിലും അതിൻ്റെ
ഒരു ഒരു അതിനെ ഒരു തരത്തിലും ഈ കുട്ടി ഒരു തരത്തിലും അതിനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് പറയുന്നത്, അതാണ് ഈ പാഠഭാഗത്തിൽ സംസാരിക്കുന്ന കാര്യവും. ഓക്കെ, അപ്പം അതാ ഈ ഒരു അണ്ണാൻ്റെ സുഹൃത്തുക്കളുടെയും അതേപോലെ തന്നെ ബന്ധുക്കളുടെയും ഒരു കാഴ്ചപ്പാടാണ്. അതായത് മനുഷ്യരെന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കും. ഇതാണ് ഈ ഒരു അണ്ണാൻ്റെ സുഹൃത്തുക്കളൊക്കെ കരുതി വച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു അണ്ണാൻ എവിടെയാണ് പോയിരിക്കുന്നത്? ആ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ്റെ അടുത്തേക്ക്. അപ്പം അണ്ണാൻ്റെ കാര്യം കട്ടപ്പുക. അതുകൊണ്ടാണ് അണ്ണാനെ ഒരു എടുത്തു ചാട്ടക്കാരനാണ്, ഇവൻ എന്തിനു ഈ മനുഷ്യനെ വിശ്വസിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണാനെ കുറ്റപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഈ കുട്ടി ആ ഒരു രീതിയിലല്ല. ഓക്കെ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, സൗഹൃദം എന്ന് പറയുന്നത് ദൃഢപ്പെട്ടു വരികയായിരുന്നു. ഓക്കെ, ഇൻ ദ സ്പ്രിംഗ് when the banyan tree was full of small red figs, birds of all kinds would flock into its branches. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വസന്തകാലമാണ്. വസന്തകാലത്ത് ആൽമരത്തിൽ ഒരു ചുവന്ന തരത്തിലുള്ള പഴങ്ങളുണ്ടാവും. സ്മോൾ റെഡ് ഫിഗ്സ് എന്ന് വെച്ചാൽ പഴങ്ങൾ. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള പക്ഷികൾ അവിടെ വരുമായിരുന്നു. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, cheerful and greedy, gossiping rosy pastures and parrots and crows. അതായത് തത്തകളും കാക്കകളും ബുൾബുളും അങ്ങനെ എല്ലാ തരത്തിലുള്ള പല തരത്തിലുള്ള പക്ഷികൾ ഈ ആൽമരത്തിൽ ഈ പഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ട് വരുമായിരുന്നു. സ്ക്വാബ്ലിംഗ് എന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിലുള്ള സംഭാഷണങ്ങൾ, കലപില ശബ്ദങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലപില ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പല ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എല്ലാ സമയവും. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ഇങ്ങനെയുള്ള ഈ വസന്തകാലത്ത് ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ റോഡിലെ ഏറ്റവും ശബ്ദമുള്ള സ്ഥലമായിട്ട് ഈ ആൽമരം മാറാറുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. അതായത് ഈ കുട്ടി എന്ത് ചെയ്തു, ഈ ആൽമരത്തിൽ ഒരു തട്ട് പണിതു. സ്മോൾ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ചെറിയൊരു അടിത്തറ അല്ലെങ്കിൽ ഒരു തട്ട്, അതായത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരിപ്പിടം ഈ ആൽമരത്തിൻ്റെ പകുതിയിലായിട്ട് കുട്ടി എന്ത് ചെയ്തു, അവിടെ നിർമ്മിച്ചു. ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. അധികം ചൂടില്ലാത്ത സമയങ്ങളിൽ, ഉച്ച സമയങ്ങളിൽ ഈ കുട്ടി അവിടെ പോയി ഇരിക്കുമായിരുന്നു. ഇരുന്നിട്ട് എന്താണ് ഈ കുട്ടി ചെയ്യാറ്? ഐ കുഡ് റീഡ് ദെയർ പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. അതായത് ഈ ഇരിപ്പിടത്തിൻ്റെ മുകളിൽ തലയണ വെക്കും. ഈ തലയണേൻ്റെ മുകളിലാണ് കുട്ടി ഇരിക്കാറും കിടക്കാറും ഒക്കെ. അവിടെ ഇരുന്നു കൊണ്ട് കുട്ടി എന്ത് വായിക്കുമായിരുന്നു? പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഫോൺ നോക്കിയേനെ. അതിലൊന്നും തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മളെല്ലാ ടെക്നോളജീസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് ഒരു സത്യമാണ്. ഓക്കെ, പക്ഷെ എന്തും ആവശ്യത്തിനാവുക, അധികം അനാവശ്യത്തിനാവരുത്, അത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാം നോക്കണം. ഫോണൊക്കെ നമുക്ക് ഇനിയിപ്പം ഡിജിറ്റൽ യുഗം തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഈ കുട്ടി പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ ഫോൺ നോക്കിക്കോ, അതൊന്നും കുഴപ്പമില്ല. ആവശ്യത്തിന് നിങ്ങൾ ഫോണൊക്കെ നോക്കിക്കോ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ടെക്നോളജീസിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ ആവശ്യത്തിന്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ ഏതെങ്കിലും കഥാപുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഏതെങ്കിലും ബുക്കുകൾ നിങ്ങൾ വായിക്കാറുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞാൽ അതൊരു ജോക്കായിപ്പോൾ. പക്ഷേ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കാം കേട്ടോ. നമുക്ക് വായനാശീലം കൂടി കുറച്ച് ഒന്ന് കൂട്ടി വരാം. അപ്പോൾ ഈ കുട്ടി വായിക്കുന്ന പുസ്തകങ്ങൾ ട്രഷർ ഐസ്ലാൻഡ്, ഹക്ലിബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, ദ നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്. ഈ കുട്ടിയുടെ കയ്യിൽ ട്രഷർ ഐസ്ലാൻഡ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ടായിരുന്നു, ഹക്ലിബെറി ഫിൻ എന്ന് പറയുന്ന ബുക്ക് ഉണ്ടായിരുന്നു, മൗഗ്ലി സ്റ്റോറീസ് ഉണ്ടായിരുന്നു, ദ നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ആ കുട്ടി വായിക്കാറുണ്ടായിരുന്നു. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ് I could look down through the banyan leaves at the world below at grandmother എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് ഓട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയണോ അല്ലെങ്കിൽ ഇപ്പം പറയണോ? നിങ്ങൾ പറയാം. എനിക്ക് വേണമെങ്കിൽ ഇപ്പം എടുക്കാം, എനിക്ക് നല്ല മൂഡുണ്ട് ഇപ്പം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതുകൂടി നമുക്കിപ്പം സംസാരിക്കാം. ഓക്കെ, നമുക്കിതുകൂടി ഇപ്പം പറയാം.
സിമ്പിൾ കാര്യങ്ങളാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എനിക്കറിയാം നിങ്ങൾ ഇത്രയും 1 മണിക്കൂർ ഏകദേശം ആവാനായി, ഇത്രയും സമയം ഞാനിങ്ങനെ പറയുന്ന ആശയം ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ വേണ്ടി താല്പര്യമൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം. പക്ഷേ നല്ല രസമാണ്. നിങ്ങൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് എടുത്താൽ അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഓരോ ചെറുകഥകളും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതൊരു നല്ലൊരു രസമാണ്. നമുക്ക് ഈ ഒരു പാരഗ്രാഫും കൂടി എടുത്തിട്ട് നിർത്താം കേട്ടോ. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്. എനിക്ക് ഈ പുസ്തകങ്ങൾ വായിക്കാൻ തോന്നാത്ത സമയങ്ങളിൽ, നമുക്കായാലും എന്തായാലും ഒരു മടുപ്പ് വരും. അപ്പം ഇത് തോന്നാത്ത സമയങ്ങളിൽ ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. ഞാൻ ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴേക്ക് നോക്കുമായിരുന്നു. കുട്ടി ആൽമരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അവിടുന്ന് താഴേക്ക് നോക്കുമായിരുന്നു. എന്തൊക്കെയാണ് നോക്കാറ്? അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ആൻഡ് ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. അതായത് മുത്തശ്ശി, ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ മുത്തശ്ശി എന്ത് ചെയ്യായിരുന്നു? മുത്തശ്ശി അലക്കിയ തുണികൾ ആറിയിടുന്നതും എടുത്തു വെക്കുന്നതൊക്കെ കുട്ടി നോക്കിയിരിക്കുമായിരുന്നു. അതേപോലെ തന്നെ അറ്റ് ദ കുക്ക് ക്വാർലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ. അതായത് ഫ്രൂട്ട് വെൻഡർ എന്ന് വെച്ചാൽ പഴങ്ങൾ വിൽക്കുന്ന വ്യക്തി. നമ്മുടെ പാചകക്കാരൻ ഈ പഴങ്ങൾ വിൽക്കുന്ന വ്യക്തിയായിട്ട് തർക്കിക്കുന്നത്. ക്വാർലിംഗ് എന്ന് വെച്ചാൽ തർക്കിക്കുക. അർത്ഥം എഴുതി വെക്കുക കേട്ടോ, മലയാളത്തിൽ തന്നെ എഴുതി വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ക്വാറലിംഗ് എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ മറ്റെവിടെയെങ്കിലും ക്വാറലിംഗ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഓർക്കുക, സാഹചര്യത്തിനനുസരിച്ച് വരും. അതായത് അറ്റ് ദ കുക്ക് ക്വാർലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ എന്നൊക്കെ പറയുന്ന സെൻറ്റൻസുകളൊക്കെ വരുമ്പോഴും ഓർക്കുക, ക്വാർലിംഗ് ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ക്വാർലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? തർക്കിക്കുക. അപ്പം തന്നെ അങ്ങനെ ആ ഒരു വേർഡ് നിങ്ങൾക്ക് പരിചയം വരണം. ക്വാർലിംഗ് എന്ന് വെച്ചാൽ തർക്കിക്കുക. വിത്ത് എ ഫ്രൂട്ട് വെൻഡർ ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇൻ ദ മേരിഗോൾഡ്സ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ ഇന്ത്യ മേരിഗോൾഡ് അത് ഇങ്ങനെ ചെടികളെയൊക്കെ പരിപാലിക്കുന്നതും ചെടികൾ നടുന്നതും അതിങ്ങനെ വളർന്നു വരുന്നതും അതിനെ ഒരുക്കി കൊടുക്കുന്നതും അതിൻ്റെ അമിത വളർച്ച വന്നിട്ടുള്ള ഇതളുകളൊക്കെ മുറിച്ചും ഇങ്ങനെ അതൊക്കെ അതിനെ പരിപാലിക്കുന്ന കാര്യങ്ങളൊക്കെ ആര് നോക്കി കാണുമായിരുന്നു? നമ്മുടെ കുട്ടി നോക്കി കാണുമായിരുന്നു. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. പൊതുവെ ആൽമരത്തിലിരിക്കുമ്പോൾ അങ്ങനെ അത്ഭുതം തോന്നിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, കണ്ടിട്ടില്ല. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, എന്നാൽ ഒരു ദിവസം ഉച്ച സമയത്ത് ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. ഒരു അത്ഭുതകരമായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നു. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. ആ ഒരു സമയത്താണ്, ആ ഒരു ഉച്ച സമയത്ത്, സമ്മർ സീസൺ ആയിരുന്നു. ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ മംഗൂസ് എന്ന് വെച്ചാൽ കീരി, കോബ്ര എന്ന് വെച്ചാൽ മൂർഖൻ പാമ്പ്. അപ്പം ഈ മംഗൂസും മൂർഖൻ പാമ്പും തമ്മിലുള്ള അടി ഞാൻ കാണാൻ ഇടയുണ്ടായത്. ഒരു ഉച്ച സമയത്ത് കുട്ടി ആൽമരത്തിലിരിക്കുമ്പോൾ ഈ ഒരു കാര്യം കണ്ടു. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇനി അടുത്തത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് നമ്മൾ പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കും. നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം അത് കാണുക. ഓക്കെ, അത് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ഞാൻ കൊടുക്കും. അപ്പം അതെന്ത് ചെയ്യുക, അത് കാണുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും അടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ ഞാൻ ഇതിനിടയ്ക്ക് നിങ്ങളോട് പറയണമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചായിരുന്നു. ഇപ്പോൾ അത് ഓർമ്മ കിട്ടുന്നില്ല, ആയിക്കോട്ടെ. ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കുട്ടി കാണുന്ന കാഴ്ചകൾ, അവൻ്റെ അനുഭവം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആൽമരത്തിൽ ഇരുന്നു കൊണ്ട് അവൻ കാണുന്ന കാഴ്ചകൾ, അവൻ്റെ അനുഭവങ്ങളൊക്കെയാണ് ഈ ഒരു പാഠം സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പാഠഭാഗത്തെ ഇത്രയും വരെ എടുത്ത കാര്യങ്ങൾ ഞാൻ പാർട്ട് 1 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് ഈ പാഠഭാഗത്തെ ഞാൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്രയും എടുത്ത കാര്യങ്ങൾ. ഓക്കെ, അതായത് ഈ കുട്ടി കാണുന്ന പ്രകൃതിയിലെ ഒരുപാട് കാര്യങ്ങളും പ്രകൃതിയിലെ ഒത്തൊരുമയൊക്കെയാണ് ആദ്യത്തെ ഭാഗം സംസാരിക്കുന്നത്. ഇനി ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ പാമ്പും ഈ കീരിയും തമ്മിലുള്ള ഫൈറ്റാണ്, അടിയാണ്, തർക്കമാണ്. ഇനി എടുക്കാൻ പോകുന്ന ഈ പാർട്ട് 2 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും, നറേഷൻ വരും, കോൺവെർസേഷൻ വരും, ഡയറി വരും, ലെറ്റർ വരും. ഇതൊക്കെ വരുന്ന ഭാഗമാണ് ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഫൈറ്റ് സീൻ ബിറ്റ്വീൻ മംഗൂസ് ആൻഡ് കോബ്ര. അതായത് പാമ്പിനും കീരിക്കും ഇടയിലുള്ള ആ ഒരു തർക്കം, ആ ഒരു അടി, അതാണ് ഈ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് 3ാമത്തെ ഭാഗം എത്തി.
മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നോക്കാം. ഇതാ ഈ ഒരു പേജാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു ലാസ്റ്റ് പേജ്. ഇവിടെ എന്താണ്, ഒരു വെള്ള എലികളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് ഈ ഒരു പേജിൽ വരുന്നത്. ഇതാണ് മൂന്നാമത്തെ ഭാഗം. ഞാൻ അങ്ങനെ ഈ ഒരു പാഠഭാഗത്തെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫൈറ്റ് സീൻ മൊത്തം കവർ ചെയ്യും. പിന്നെ പാർട്ട് 3 വീഡിയോയിൽ ഞാൻ ആ ഒരു വെള്ള എലികളുടെ വിസ്മയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ ഉണ്ടാവുക. ഇപ്പം നമ്മൾ 1 മണിക്കൂർ എടുത്തിട്ടാണ് ഇത്രയും ഈ ഒരു കുഞ്ഞു ഭാഗം ചർച്ച ചെയ്തത്. പക്ഷേ അതിൽ ഒരുപാട് കണ്ടൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, ക്ലാസ് നന്നായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള സമയമെടുത്തിട്ട് പഠിക്കുന്ന ഒരുപാട് കണ്ടൻറ്റുകൾ തരുന്ന ക്ലാസ്സുകൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട. പകരം വെറുതെ പാഠം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി എന്നാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് ഈ ഒരു രീതിയിൽ വേണ്ട എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ രീതിയിലാണ് വേണ്ടതെങ്കിൽ അതങ്ങനെയും കമൻറ്റ് ചെയ്യാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വീണ്ടും കമൻറ്റ് ചെയ്യാം. പിന്നെ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും കമൻറ്റ് ചെയ്യാതിരിക്കുക. താങ്ക് യു സാർ, പിന്നെ എന്താണ്, അങ്ങനെയുള്ള ഇതിനൊന്നും വേണ്ട. പകരം ആവശ്യത്തിന് കമൻറ്റ് ചെയ്യാം. അതായത് സംശയങ്ങൾ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ചാനലിൽ അധികം കമൻറ്റുകളൊന്നും വരുന്നില്ല എന്നുള്ളത് ഒരു സന്തോഷമാണ്. പക്ഷേ പിന്നീട് പല ചാനലുകൾക്കും കുട്ടികൾ അഭിമുഖീകരിക്കാൻ വേണ്ടി വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. പല ചാനലുകളുടെയും കമൻറ്റ് ബോക്സിൽ ഞാൻ പോയി നോക്കിയപ്പോഴും കണ്ടതാണ്, ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കുന്ന കുട്ടികളുടെ കമൻറ്റുകൾ പലരും കാണാതെ പോവും. അതിന് റിപ്ലൈയോ ഒന്നും ഉണ്ടാവില്ല. കുറേ കമൻറ്റുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം ഒന്ന് ഒറ്റയടിക്ക് നോക്കുകയുള്ളൂ. പകരം കുറച്ച് കമൻറ്റ് മാത്രമാണെങ്കിൽ നമ്മളെല്ലാം കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, കാരണം അധികം കുട്ടികളൊന്നും വീഡിയോസൊന്നും അധികമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇപ്പം കമൻറ്റ് ചെയ്തോളൂ. ഇത് ഒരുപാട് വ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അധികം കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഒരുപാട് കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യരുത്. സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുക, എന്ത് സംശയമായാലും. അത് ഇംഗ്ലീഷ് മാത്രം ആവണമെന്നില്ല, 10ാം ക്ലാസ്സിലെ എന്ത് സംശയമായാലും ചോദിച്ചോളൂ. പണ്ഡിതനാണ് ഞാൻ. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.